ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന സമ്മേളനങ്ങൾ നടന്ന വർഷവും അതിൻ്റെ പ്രത്യേകതയുമാണ്. ഇതിൽ 1885 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ നടന്ന സ്ഥലവും പ്രസിഡൻറ്റിൻ്റെയും പ്രത്യേകതയെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ചോദിക്കുന്നത് വെച്ചാൽ 1885 സ്ഥലം ബോംബെയിൽ വെച്ച് പ്രസിഡൻ്റായിരുന്ന ഉമേഷ് ചന്ദ്ര ബാനർജി, അതായത് ആദ്യത്തെ സമ്മേളനം നടന്നത് 1885. അതിൽ പങ്കെടുത്തവർ 72 പേര്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ വിദേശ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വിദേശ യൂറോപ്യൻ എന്ന് പറയുന്നത് ജോർജ് യൂളാണ് 88. അവിടെ പങ്കെടുത്തവർ 1748 പേർ. പിന്നീട് നമുക്ക് പഠിക്കാൻ മെയിനായിട്ട് വരുന്നത് 1896 കൽക്കട്ടയിൽ റഹ്മത്തുൽ സയാനി, അതായത് വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ്. കൽക്കട്ടയിലെ റഹ്മത്തുൽ സയാനിയാണ് പ്രസിഡന്റ്. 1896 കോൺഗ്രസ് പ്രസിഡൻ്റായ കോൺഗ്രസ് പ്രസിഡൻ്റാവുന്ന രണ്ടാമത്തെ മുസ്ലിമാണ്. കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികം അംഗീകരിച്ചു. ചോർച്ചാ സിദ്ധാന്തം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ മുസ്ലിം. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൽക്കട്ടയിൽ എന്ന സ്ഥലത്തെ പ്രസിഡൻ്റായത് റഹ്മത്തുൽ സയാനി. വന്ദേ മാതരം. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന സമ്മേളനങ്ങളിലൊന്നാണ് 1897 അമരാവതിയിൽ ചേറ്റൂർ ശങ്കരൻ നായർ. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക മലയാളി. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരനുമാണ് ആദ്യ പി അനന്തുചാര്യ. അപ്പം അമരാവതിയിൽ 1897 ചേറ്റൂർ ശങ്കരൻ നായർ. പിന്നീട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 1911 കൽക്കട്ടയിൽ BN ദ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനത്തിൽ നടന്ന BN ദർ കൽക്കട്ടയിൽ 11. അങ്ങനെയാണെങ്കിൽ വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തേണ് റഹ്മത്തുൽ സയാനി കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻ്റായി അത്. പിന്നീട് 1911 കൽക്കട്ടയിൽ ജനഗണമനയുടെ BN ദർ. പിന്നീടുള്ള ഏറ്റവും പിന്നെയെന്ന് പറഞ്ഞാൽ 1924 ബെൽഗാമിൽ മഹാത്മാഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക സമ്മേളനം മഹാത്മാഗാന്ധി.